ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? ഇതാ നോക്കിക്കേ, വറുത്തരച്ച ഒരു കറി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷേ ഉണ്ടാക്കാത്തവർ നിർബന്ധമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പടവലങ്ങയും പച്ചമാങ്ങയും കൂടെയുള്ള ഒരു വറുത്തരച്ച കറി സൂപ്പർ ടേസ്റ്റാണ്. ഇന്ന് കൂട്ടിയിട്ട് ഒന്ന് തിളപ്പിച്ച് വെച്ചോ, നാളെയും കൂട്ടാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വായോ. പടവലങ്ങ ഇങ്ങനെ നന്നായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവേ. 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് തേങ്ങ, ചെറിയുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഒന്ന് വറക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ മാങ്ങ, ഈ പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഈ പച്ചമാങ്ങയൊക്കെ ചെത്തി എടുത്തു കഴിഞ്ഞിട്ടേ അതേലും ഉണ്ടാവത്തില്ലേ കുറച്ച് ബാലൻസ്, അതെല്ലാം കൂടെ ഞാൻ മാങ്ങാണ്ടിയിൽ നിന്ന് ചെത്തി എടുത്തിട്ട് അതൊരു കവറിനകത്താക്കി ഫ്രീസറിൽ വെക്കും. മാങ്ങ ചമ്മന്തിക്കോ അല്ലെങ്കിൽ പിന്നെ എന്താ നമ്മുടെ ഇതുപോലെ കറികൾക്കോ ഒക്കെ ഇടാം, കളയണ്ടല്ലോ. പിന്നെ കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടിയത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, വായോ. പടവലങ്ങയൊക്കെ അരിഞ്ഞു ഒരു മൺചട്ടിയിലോട്ട് ഇടുക കേട്ടോ. ഇനി നമ്മുടെ മാങ്ങ, പച്ചമാങ്ങ പൂളുകൾ, അതെത്രയാണെന്ന് വെച്ചാൽ നമുക്കിടാം, പുളിക്ക് അനുസരിച്ച്. വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്തു. 2-3 പച്ചമുളക്, അത് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പാണ്, കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയെ, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കും. നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് തേങ്ങയൊന്ന് വറുത്തും കൂടെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം പണി തീരുമല്ലോ. പാനൊന്ന് ചൂടായിക്കോട്ടെ. പാനൊക്കെ ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി, അതൊരു 3 ചുള മതി കേട്ടോ. ഒരു 3-4 ചെറിയുള്ളി. തേങ്ങയൊക്കെ അതേ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വറുത്തത്. ഇനിയും ഇത്രയും മൂപ്പ് മതി. ഇനി ചട്ടിയിലിരുന്ന ഒരു മൂപ്പും കൂടെ ഉണ്ടല്ലോ, അപ്പം നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഇതിനകത്തിരുന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഒന്ന് മൂത്തോട്ടെ. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. പടവലങ്ങയും മാങ്ങയൊക്കെ വെന്തിരിക്കുന്നുണ്ട് കേട്ടോ. തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് അവിടെ ഇരുന്നോട്ടെ. നമ്മുടെ പടവലങ്ങയും മാങ്ങയൊക്കെ വെന്തിരിക്കുവാണേ കണ്ടോ. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തായിരുന്നു, ഇപ്പോൾ വീണ്ടും കത്തിച്ചു. വറുത്തരച്ച് തേങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ചെറിയ സ്പൂൺ 1 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങ വറുത്ത കൂട്ടത്തിൽ ചേർത്തായിരുന്നേ. ഞാനത് പറയാൻ മറന്നുപോയി, പക്ഷേ ആ ക്ലിപ്പ് കാണിക്കാനും മറന്നുപോയേ, എടുത്തില്ല. അതുകൊണ്ട് ക്ഷമിക്കുക, നിങ്ങൾ അത് ചേർക്കണം കേട്ടോ. 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ, ചെറിയ സ്പൂൺ 1 സ്പൂൺ മുളക് പൊടി, അതും കൂടെ ചേർത്താണ് തേങ്ങ വറുത്ത കൂട്ടത്തിൽ ലാസ്റ്റ് നമ്മൾ ചേർത്തിരുന്നത്. ആ ഒരു സംഭവം എടുക്കാൻ മറന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ പടവലങ്ങ മാങ്ങ കറിയിലേക്ക് നമ്മുടെ വറുത്തരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ളുപ്പും കൂടെ വേണം. ഈ കറിക്കില്ലേ ഇനിയും കടുക് വേണമെങ്കിൽ താളിക്കാം, ഇല്ല എങ്കിൽ ഇങ്ങനെ തന്നെ കൂട്ടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇങ്ങനെ തന്നെ കൂട്ടുവാണെങ്കിൽ അടിപൊളിയാണ്. ഇത് ഇന്നിപ്പോൾ ഉണ്ടാക്കിയിട്ട് നാളെയും കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഒരു ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചു ഇല്ലേ. അപ്പോൾ അതേ കണ്ടോ, നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പം വറവിടുന്നില്ല. കാര്യം വെച്ചാൽ
അല്ലാതെ തന്നെ നല്ല അടിപൊളിയാണ്. കറിയൊക്കെ ഒന്നും കൂടെ ഒന്ന് അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് തിളച്ച് വന്നു കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. നല്ലൊരു സൂപ്പർ കറിയാണ്. നിങ്ങളിൽ പലരും ഉണ്ടാക്കുന്നതായിരിക്കാം. പക്ഷെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ പടവലങ്ങ കിട്ടുമ്പോൾ ഒന്നുണ്ടാക്കി നിൽക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഒരു എന്താ പറയുക, ഒരു ചെനച്ച മാങ്ങയൊക്കെയാണ്. ഞാൻ ചെനച്ച മാങ്ങയായിരുന്നു ഇട്ടിരുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഉണ്ടാക്കാത്തവരെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.